ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ദോശ ഉണ്ടാക്കിയാലോ? അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ശരിയാവുന്നില്ല എന്ന് ആരും ഇനി പരാതിയൊന്നും പറയണ്ട. നമുക്ക് നല്ല പോലെ സോഫ്റ്റ് ദോശ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് പച്ചരിയും 1/2 ഗ്ലാസ് ഉഴുന്നും ഒരു നുള്ള് ഒരു 3-4 എണ്ണം ഉലുവയും കൂടി ഇട്ട് കൊടുത്ത് വെള്ളത്തിൽ നല്ല പോലെ കഴുകി കഴുകി കഴിഞ്ഞ് നല്ല വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ട് വെക്കുക. ആ വെള്ളം കൊണ്ട് തന്നെയായിട്ട് നമ്മൾ അരച്ചെടുക്കുക. പിന്നെ നമ്മൾ കഴുകില്ല. അപ്പം നല്ല പോലെ കഴുകി നല്ല വെള്ളത്തിലിട്ട് ഒരു 4-5 മണിക്കൂർ കുതിർത്താനിടുക. അതിനുശേഷം നമ്മുടെ മിക്സിയിലെ ജാറിലേക്ക് അരി എടുത്ത് ഇട്ട് ആ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഒരു പിടുത്തം ചോറിട്ട് ഒരു ലേശം ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. ഈസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ തലേദിവസം എപ്പോഴെങ്കിലും ഉണ്ടാക്കി വെച്ചേക്കണ പുളിമാവാണെങ്കിലും മതി കേട്ടോ. ഈ തണുപ്പ് കാലത്തൊക്കെ നമ്മൾ ലേശം ഈസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. നല്ല ചൂടുള്ള സമയമൊക്കെ ആണെങ്കിൽ ഈസ്റ്റ് ഇടാതെ സാധാരണ പോലെ തന്നെ അരച്ച് വെച്ചാൽ മതി. അപ്പോൾ പുളിച്ച് പൊന്തും കേട്ടോ. നല്ല സോഫ്റ്റ് മാവായി തന്നെ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ലേശം ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. ചൂടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ വെറുതെ അരച്ച് വെച്ചാൽ മതി. ഒരു 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനും കൂടി വയ്ക്കുക. അപ്പം നമ്മുടെ മാവ് അരച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക. നല്ല പോലെ അത് മിക്സ് ചെയ്ത് കൊടുത്ത് മൂടി വെക്കണം. എന്നിട്ട് ഒരു 8-10 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നമ്മളിപ്പോൾ രാവിലെ അരച്ച് വെക്കുന്നതെങ്കിൽ രാത്രി നമുക്ക് ദോശ ചുട്ടെടുക്കാം. രാത്രി അരച്ച് വെക്കുന്നതെങ്കിൽ രാവിലത്തേക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പം നമ്മൾ രാവിലെയൊക്കെ തുറന്ന് നോക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല പോലെ പുളിച്ച് പൊന്തി മാവ് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നമ്മുടെ ചട്ടി ചൂടായി വരുമ്പോൾ ദോശ മാവ് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നമുക്ക് ദോശ ചുട്ടെടുക്കാം. കണ്ടാൽ നല്ല സോഫ്റ്റായിട്ട് നല്ല ഇതിൽ ദോശ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. നമുക്കിതിലേക്ക് ചമ്മന്തിയോ കറിയോ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം. നെയ്യ് ഒഴിച്ച് കഴിക്കുന്നവരുണ്ട്, അങ്ങനെയും കഴിക്കാം. അപ്പോൾ നമ്മളിവിടെ കടലക്കറി കൂട്ടി കഴിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.